തിരുവനന്തപുരത്ത് നിന്ന് അല്പം ചോദ്യങ്ങൾ അങ്ങ് ഭ്രമണപഥത്തിലേക്ക് എത്തി. അവിടെ നിന്ന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കും. എന്താണ് സംഭവം നൽകിയത്? ഉത്തരം നൽകിയത് നമ്മുടെ ശുഭാംശു ശുക്ലയാണ്. 150 വിദ്യാർത്ഥികൾക്കാണ് ശുഭാംശു ശുക്ലയുമായി തത്സമയം ആശയവിനിമയം നടത്താനുള്ള അവസരം ലഭിച്ചത്. വ്യത്യസ്തമായ അനുഭവം സമ്മാനിച്ച സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ തിരുവനന്തപുരം VSSCയിൽ നിന്ന് മടങ്ങിയത്. ശുഭാംശു ശുക്ലയുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ഉണ്ടായിരുന്നു. അവിടുത്തെ ആസ്ട്രോണറ്റ് എങ്ങനെയാണ് ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നത്, അവർ ഫുഡ് എങ്ങനെ സെലക്ട് ചെയ്യുന്നത്, അതുപോലെ ഒരാൾക്കുള്ള സിക്ക് വന്നാൽ എങ്ങനെയാണ്, അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ ശുഭാംശു ശുക്ല എനിക്ക് പറഞ്ഞു തന്നു. ഞങ്ങളുടെ ഹാഫായിട്ട് റെപ്രസെൻറ്റേറ്റീവായിട്ടൊരു സാറാണ് സംസാരിച്ചത്. ഭയങ്കര നല്ല ക്ലാസ്സായിരുന്നു, ഭയങ്കര സന്തോഷമായി. മനോഹരമായ ഒരു അനുഭവമായിരുന്നു അത്. പഴയ കാലത്തെ റോക്കറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചു. ഏറ്റവും വലിയ VSSൽ പോകണമെന്നുള്ളത് അതിലൊരുപാട് നല്ല. എന്തായാലും ആ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു അവസരമാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടിയത്. നമുക്കിപ്പം രാഹുൽ നിതാദ് ചേരുന്നുണ്ട്. രാഹുലെ, ആ കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷമാണ്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും അഭിമാനമാണ് ശുഭാംശു ശുക്ല. അദ്ദേഹവുമായി സംസാരിക്കുകയായിരുന്നു കുട്ടികൾ. അതെ, അവർ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൗതുകം. കാരണം പുതിയൊരു അനുഭവമാണ്. ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ, അതായത് ഭൂമിക്ക് പുറത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ലോകം എങ്ങനെയാണെന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാകും. വായിച്ചറിഞ്ഞവരും എന്തായാലും ഉണ്ട്. എന്തായാലും അതിൽ പ്രധാനപ്പെട്ട കുറേയധികം ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെ ഉറങ്ങും എന്നുള്ള ചോദ്യമാണ്. ഉറക്കം എങ്ങനെയാണ്? കാരണം ഗുരുത്വാകർഷണമില്ലല്ലോ, എങ്ങനെ ഉറങ്ങും? ഉറങ്ങുന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, അതായത് കുട്ടികൾ അങ്ങനെ ചോദിച്ചു. കാരണം ഈ വിശ്രമം വേണമല്ലോ. അപ്പോൾ പറഞ്ഞത്, പ്രത്യേകം തയ്യാറാക്കിയ കട്ടിലിൽ നാട ഉപയോഗിച്ച് സ്വയം കെട്ടിയാണ് ഉറങ്ങുന്നത് എന്നുള്ള മറുപടിയാണ് പറഞ്ഞത്. ആദ്യ ചോദ്യം അതായിരുന്നു, ആദ്യ മറുപടിയും അതായത്. അത് തന്നെയാണ് ആ ചർച്ചയെ കുറച്ച് സമയം മാത്രമല്ല, 20 മിനിറ്റ് മാത്രം നീണ്ടു നിന്ന ആ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു ആശയവിനിമയത്തിന്റെ ഏറ്റവും ആദ്യത്തെ ഉത്തരം തന്നെ അവർ അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. പിന്നീട് ചോദിച്ചത്, ആദ്യമായി അവിടെ എത്തിയപ്പോൾ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഭൂമിയിൽ മനുഷ്യർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അവിടെ എത്തുമ്പോൾ എന്ത് തോന്നി എന്നാണ് ശുഭാംശു ശുക്ലയോട് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞത്, ഒറ്റപ്പെടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നത്. കുടുംബാംഗങ്ങളില്ല, സുഹൃത്തുക്കളില്ല. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു 10-15 മിനിറ്റോളം പുതിയ ആ ഒരു എന്താ പറയുക, ആ ഒരു അന്തരീക്ഷവുമായി ഇടപെടാൻ അല്ലെങ്കിൽ അത് അറിയാനൊക്കെ സമയമെടുത്ത് തിരിച്ച് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, തിരിച്ച് ഭൂമിയിലേക്ക് എത്തുമ്പോഴും സമാനമായ അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ശുഭാംശു ശുക്ല പറയുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ഒരു, നമ്മൾ എവിടെയും അഡാപ്റ്റ് ആകും, എവിടെയും നമ്മൾ ഈ പറയുന്നത് പോലെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഇഴുകിച്ചേരും. പക്ഷെ അതിന് സമയം വേണം എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ ഒഴിവ് സമയങ്ങളിൽ എന്ത് ചെയ്യും? ചെറിയ രാഹുൽ, എന്തായാലും കുട്ടികൾക്ക് ഒരു മികച്ച അവസരം തന്നെയാണ് ലഭിച്ചത്. ഇതോടെ